ഡാൻഡ്രഫ് അതുപോലെ ഷാംപൂ ഉപയോഗിക്കുന്നു. ഈ ഷാംപൂവിന് ഹെയർ ഗ്രോത്തിൽ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഷാംപൂ ഇസ് ജസ്റ്റ് എ ക്ലെൻസർ. അതായത് സ്കാൽപ്പിൽ എന്തെങ്കിലും ഡേർട്ടോ റെസിഡ്യൂസോ ഉണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യാൻ മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആഡിൽ കാണുന്ന പോലെ ഷാംപൂ തേച്ചിട്ട് നീളത്തിലുള്ള മുടി ഉരച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ സ്കാൽപ്പിനെയും ഹെയറിനെയും കൂടുതൽ ഡ്രൈ ആക്കി ചെയ്യുള്ളൂ. വളരെ കുറച്ച് എമൗണ്ട് എടുത്ത് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഒക്കെ ആണെങ്കിൽ യൂഷ്വലി നമ്മൾ 10 minutes ആപ്ലിക്കേഷൻ ടൈം പറയും. അത്രയും നേരം അവിടെ വെച്ച് മസാജ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അതല്ലാണ്ട് നമ്മൾ ലെങ്ത് ഓഫ് ദ ഹെയറിലൊക്കെ പുരട്ടുമ്പം ഈ ഷാംപൂ കാരണം പിന്നെയും ഹെയറിന് ഡ്രൈനെസ് കൂടെ അല്ലാണ്ട് വലിയ ഗുണമൊന്നും കിട്ടില്ല. പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം, വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ തേച്ച് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഷാംപൂ ഇട്ട് ഉരച്ച് എണ്ണ പുരട്ടിയതിൻ്റെ ഒരു ഗുണം കിട്ടില്ല. ബോഡിയിലാണെങ്കിലും അതെ, എണ്ണ പുരട്ടി സോപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ സ്ക്രബൊക്കെ ചെയ്തിട്ടെങ്കിൽ കളയും. എണ്ണ പുരട്ടിയതിന്റെ ഗുണം കിട്ടില്ല, ഓവറായിട്ട് സ്ക്രബ് ചെയ്തതിന്റെ ദോഷം വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ആക്ച്വലി ബെസ്റ്റ് ടൈം ടു അപ്ലൈ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബാത്ത്. അതായത് മോയ്സ്ചറൈസർ. ഓയിൽ നമ്മളൊരു മോയ്സ്ചറൈസ് ആയിട്ട് കണക്കാക്കണം. ബോഡിയിലത്തെ കാര്യം പറയുന്നത്. അപ്പം ബോഡിയിൽ അത് കുളിച്ച് കഴിഞ്ഞ് ആ വെള്ളത്തിന് അവിടെ തടഞ്ഞു നിൽക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ മോയ്സ്ചറൈസറിനുണ്ട്. അപ്പം ഓയിലാണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും കുളി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ വേണം പുരട്ടാൻ. അല്ലാതെ നമ്മൾ യൂഷ്വലി പുരട്ടുന്ന പോലെ ആദ്യം എണ്ണ തേച്ച് പിന്നെ സോപ്പിട്ട് കഴുകി പിന്നെ ഉണക്കി തുടച്ച് സൂക്ഷിച്ചിട്ട് ഒരു കാര്യം. ഓക്കെ.